ശബരിമല അയ്യപ്പന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം മോഷ്ടിച്ചു കടത്തിയ കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിണറായി വിജയന്റെ പോലീസ് രക്ഷിച്ചിരിക്കുന്നു. പിടിച്ചകത്ത് കിടത്തിയതല്ലാതെ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തിയതോടെ ആദ്യം ദ്വാരപാലക കേസിലും ഇപ്പോൾ കട്ടിളപ്പാളി കേസിലും ജാമ്യം ലഭിച്ചതോടെ ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി വിലസി നടക്കും. കുറ്റപത്രം നൽകാൻ വൈകുന്നതിനാൽ രണ്ടാമത്തെ കേസിലും സ്വാഭാവിക ജാമ്യം ലഭിച്ച പോറ്റി ഇന്ന് ജയിൽ മോചിതനാകും. അതോടെ മോഷണക്കേസിൽ കള്ളന്മാരായ മുരാരി ബാബുവിനും സുധീഷ് കുമാറിനും ശ്രീകുമാറിനും പിന്നാലെ കേസിൽ ജയിൽ മോചിതനാകുന്ന നാലാമത്തെ ആളാകും ഉണ്ണികൃഷ്ണൻ പോറ്റി. കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നിരീക്ഷിച്ചിരുന്നു. അങ്ങനെ ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടും ഒരു കുലുക്കവുമില്ലാതെ മോഷ്ടാക്കളെ രക്ഷിക്കുകയും വിശ്വാസികളെ കളിയാക്കുകയും ചെയ്യുകയാണ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പോലീസ് സംവിധാനവും. കേരളത്തിലെ പോലീസുകാരെ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തരമന്ത്രിയുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രാജിയാണ് ഇനി കേരളം ആവശ്യപ്പെടാൻ പോകുന്നത്. ഒന്നാം പ്രതിയെ പിടിച്ചകത്തിട്ട് 90 ദിവസം ഒരു കുറ്റപത്രം പോലും നൽകാൻ കഴിയാതെ മനഃപൂർവ്വം പ്രതികളെ രക്ഷിക്കാൻ സഹായിച്ച പിണറായി വിജയൻ കോടിക്കണക്കിന് വരുന്ന വിശ്വാസികളെയാണ് ഇവിടെ വഞ്ചിച്ചിരിക്കുന്നത്. ശബരിമലയിൽ നിന്ന് എന്തൊക്കെ മോഷ്ടിച്ചു എന്നും അതിൽ ആരൊക്കെയാണ് കള്ളന്മാർ എന്നും വളരെ വ്യക്തമായി അറിയാവുന്ന ആദ്യത്തെ ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ജയിലിന് പുറത്താകുന്നതോടെ CPMകാരുമായി ചേർന്ന് തെളിവ് നശിപ്പിക്കാനായിരിക്കും അയാൾ ശ്രമിക്കുക എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. അതിനുള്ള സാഹചര്യം ഒരുക്കാനാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്തെത്തിക്കാനുള്ള സംവിധാനം ഒരുക്കിയതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ജനകോടികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ട് പോറ്റിക്ക് പുറത്തിറങ്ങാനുള്ളൊരു അവസരം സർക്കാർ ഒരുക്കിക്കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. അറസ്റ്റിലായി 90 ദിവസത്തിന് ശേഷവും കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചിരിക്കുന്നത്. പാസ്പോർട്ട് ഹാജരാക്കണം, പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്, അന്വേഷണ സംഘം ആവശ്യപ്പെട്ടാൽ ഹാജരാകണം, സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നതുൾപ്പെടെ വിവിധ ഉപാധികളോടെയാണ് പോറ്റിക്ക് ജാമ്യം അനുവദിച്ചത്. ഉപാധി കേൾക്കുമ്പോൾ സത്യത്തിൽ ചിരി വരികയാണ്. CPM നേതാക്കളെയും അവരുടെ ഏജന്റുമാരെയും കാണാൻ പാടില്ലെന്നുകൂടി ഈ ഉപാധി വെക്കണമായിരുന്നു. ഏതായാലും പ്രിയപ്പെട്ട പോറ്റിക്കുട്ടൻ ഇന്ന് വൈകിട്ടോടെ ജയിൽ മോചിതനാകും. കേസിൽ SIT കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതാണ് ഇങ്ങനെ ജാമ്യം അനുവദിക്കാനുള്ള പ്രധാന കാരണമായി കോടതി പോലും ചൂണ്ടിക്കാണിക്കുന്നത് എന്നിരിക്കെ അന്വേഷണത്തിലെ പിഴവ് സമ്മതിച്ച് അതിൽ പശ്ചാത്തപിച്ച് അതിൽ മാപ്പ് പറഞ്ഞ് തല താഴ്ത്തി രാജിവെക്കുന്നതാണ് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് നല്ലത്. കാരണം കേരളത്തിലെ ജനകോടികൾ ആഗ്രഹിക്കുന്നതും ആഭ്യന്തരമന്ത്രിയുടെ രാജി തന്നെയാണ്.